ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട ആൾ ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. പൈസ എടുക്കാൻ ഓടിയത് ആസ് എടുക്കാൻ നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒന്ന് വീണിട്ടുണ്ട്. ഇപ്പോൾ ചാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് കയറി. പിന്നെ ആൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സലൂണിലേക്കാണ്. ഐബോൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു May 14. ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ദിവസമായിട്ടോ. ബട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊന്നും എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് പറ്റിയില്ല. ഇപ്പോഴാണ് ഓക്കെ. ഇപ്പോൾ സിസ്റ്റർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവളാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് എല്ലാത്തിനും. അപ്പോൾ ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുന്നാണ് ഹെയർ കട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതിന് മുന്നേ പോയ ടൈമിൽ ആൾ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഹെയർ കട്ട് ചെയ്യാതെ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പോകാട്ടോ. പിന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ എടുത്ത വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇത് കുറച്ച് ടൈം ഡിലേ ആയിട്ടുണ്ട്. ഇത് കുറേ മുന്നേ എടുത്തതാണ്. കുറേ മുന്നേ വെച്ചാൽ ഈ മാസം തന്നെയാണ് എടുത്തത്. പക്ഷേ കുറച്ച് ദിവസം മുന്നേ എടുത്തത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. പിന്നെ പുതിയ കണ്ടൻറ്റൊക്കെ ഇടണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ആൾ എക്സൈറ്റഡ് ആണ്. ആൾക്ക് പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ല. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. ആൾക്കിങ്ങനെ വണ്ടിയിൽ പോയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹെയറൊക്കെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുക കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല ഹെയർ എല്ലാവരും പറയുന്നു കട്ട് ചെയ്തുകൂടെ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് പോവാട്ടോ കട്ട് ചെയ്യാൻ. പിന്നെ വേഗം വരുമല്ലോ മുടി, അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. അപ്പം നമ്മൾ പോവുകയാണ്. ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് പിടിക്കണം, അങ്ങനെയൊക്കെയാണ് ആൾ. അപ്പോൾ ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തില്ലേ. ഭയങ്കര വാശിയായിരിക്കും. വാശി പിടിച്ചാൽ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ CV ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കളിയിച്ച് മോൾക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇങ്ങോട്ട് തന്നെയാണ് വന്നത്. ഇപ്രാവശ്യം ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ബോയ്സിൻ്റെ സലൂണാകുമ്പോൾ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ. സാധാരണ ഇങ്ങോട്ട് തന്നെയാണ് വരാറ്. പക്ഷേ ഇപ്രാവശ്യം എന്താവുമോ എന്തോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ടുലിപ്സ് എന്നിട്ടുള്ള സലൂണിലേക്കാണ് വന്നത്. നമ്മുടെ കളിജമാളിൽ 2nd ഫ്ലോറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ഞാൻ അവനെ താഴെ ഇറക്കി കൊടുത്തു. ആളവിടേക്ക് ഒന്ന് സെറ്റായിട്ട് ഒന്ന് കണ്ടോട്ടെ, ഒന്ന് കൂളായിക്കോട്ടെ വിചാരിച്ച്. അപ്പോൾ ആൾ കുഴപ്പമില്ലായിരുന്നു. അതിനകത്തേക്കൊക്കെ കയറിപ്പോയി. അവിടെ ഒരു കസ്റ്റമറേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവനത് കണ്ടപ്പോൾ അതിനെ നോക്കിയിരിക്കായിരുന്നു. എന്താണെന്ന് ആലോചിക്കുന്നതെന്ന് അറിയില്ല. നെക്സ്റ്റ് ഞാനാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അപ്പോൾ അത് തന്നെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ അവന്. അങ്ങനെ നമ്മൾ മോനായിട്ട് അടുത്തത്. അപ്പോൾ ആൾ മിററിലൊക്കെ നോക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ എൻ്റെ മടിയിലായിരുന്നു തരുന്നത്. ഫസ്റ്റൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആളിനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങി. വിടുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ആ ടൂൾസും ആ സ്ഥലവും ഇതൊക്കെ നോക്കിയായിരുന്നു. അവിടെ ഫൈനലി ഹെയർ കട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. നിർത്താതെ ഭയങ്കര കരച്ചിലായത്. എനിക്ക് കുറച്ച് ഇടിയൊക്കെ കിട്ടി. 2 പേര് പിടിച്ച് വെച്ചിട്ടൊക്കെ ആയിട്ട് എത്രയെങ്കിലും കട്ട് ചെയ്തും ബട്ട് ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. ഇനി അങ്ങോട്ട് കട്ട് ചെയ്യാൻ എനിക്ക് വയ്യായിരുന്നു പിടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1.5 hour എടുത്തിട്ടുണ്ട് ഇതിന് തന്നെ. ആൾ കണ്ടുണ്ടോ മനസ്സിലാവും എത്രത്തോളം കാരണിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും ഹെയർ കുറച്ചെങ്കിലും കട്ട് ചെയ്തല്ലോ. അപ്പോൾ സമാധാനം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ ആൾ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള വാശി വിട്ടാണ്ടോ. ഈ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വേഗം താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. താഴത്തേക്ക് രാത്രിയായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല 1.5 hour അതിനോട് അകത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണിപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കോഫി കുടിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഫേമസ് ബേക്കറിക്കാണ് പോയത്. കളിജമാൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കോഫി കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തെപ്പിക്ക് മോനും ഉറങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ക്ഷീണം നിന്ന് ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അധികം ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ അവൻ അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കൽ ഭയങ്കര കുറവാണ്. ചില ദിവസങ്ങളിൽ ഓക്കെയാണ്.
അപ്പോൾ നമ്മളങ്ങനെ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പോയാലും എനിക്ക് കോഫി അല്ലെങ്കിൽ ടീ മസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആട്ടോ, കോഫി അല്ലെങ്കിൽ ടീ. അത് ഏത് ടൈമിൽ തന്നാലും ഞാൻ കുടിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അത് കുടിച്ചിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ടൈം പോയത് അറിഞ്ഞിട്ടില്ലായിരുന്നു. മോനിപ്പോഴും ഭയങ്കര ഉറക്കാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മോനൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവനുള്ള സ്നാക്സും ജ്യൂസൊക്കെ നമ്മൾ പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഫ്രൂട്ടി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ജംഗ്ഷനിൽ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.